ഒരു ശാപം, ആ ശാപം അവരെ വിടാതെ പിന്തുടർന്നു. ഈ കഥ തുടങ്ങുന്നത് 1950-ലാണ്. ടി വിയിലാണെങ്കിലോ ആ കാലഘട്ടത്തിൽ നടക്കുന്ന കൊറിയൻ യുദ്ധത്തെ പറ്റിയുള്ള ന്യൂസ് കാണിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു വീടിനകത്ത് കാണിക്കുമ്പോൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ അവരുടെ കബോർഡിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു. ആരോ വീടിനകത്ത് വരുന്നത് പോലെ തലയിൽ തൊപ്പിയെല്ലാം വെച്ചിട്ട് വെള്ളയും വെള്ളയും വസ്ത്രമെല്ലാം ധരിച്ച ഒരാള് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ സ്ത്രീ നല്ലതുപോലെ പേടിച്ചുള്ളിലിരിക്കുന്നതും പെട്ടെന്ന് അതിനകത്തേക്ക് കയറി വന്ന അയാളുടെ മുന്നിലേക്ക് സ്വയം തൂങ്ങിയ ഒരു സ്ത്രീ വന്ന് വീഴുന്നതും അവന്റെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു സ്ത്രീ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നു. ഇതെല്ലാം കണ്ട ഗർഭിണിയായിട്ടുള്ള സ്ത്രീയാണെങ്കിലോ ഇപ്പോഴും അതേ കബോർഡിനുള്ളിലെ തന്റെ ശ്വാസം പോലും പുറത്തേക്ക് വിടാതെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അമേരിക്കയിലാണ്, അതും അമേരിക്കൻ യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള സോഫി പാർക്കിനെ കാണിക്കുന്നത്. അവൾ ഒരു കൊറിയൻ അമേരിക്കൻ സ്ത്രീയാണ്. അവളുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഫാമിലി ആയിട്ട് അമേരിക്കയിലാണ് അവൾ താമസിക്കുന്നത്. ഇപ്പോൾ അവളുടെ ക്യാമ്പസിലെ അവളുടെ ആദ്യ വർഷം ഒരു പുതിയ സ്റ്റുഡൻ്റ് ആയിട്ട് ഈ ക്യാമ്പസിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരു കൊറിയൻ സ്റ്റുഡൻറ്റ് വന്ന് അവൾക്കൊരു നോട്ടീസ് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കൊറിയൻ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ക്യാമ്പസിനുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഒരു നോട്ടീസ് കൊടുക്കുന്നത്. പക്ഷേ സോഫി ഒരു കൊറിയൻ ആണെങ്കിൽ അവൾക്ക് കൊറിയൻ സംസാരിക്കാൻ പോലും അറിയത്തില്ല. അതുകൊണ്ട് അവൾ പറയും സോറി, എനിക്കിതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ സോഫി തൻ്റെ ഷെഡ്യൂൾ പ്രകാരം ആദ്യത്തെ ഒരു ഹിസ്റ്ററി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ചെല്ലും. അതും ഒരു നോർമൽ ഹിസ്റ്ററി ക്ലാസ്. പക്ഷേ എന്തോ അവളുടെ ഷെഡ്യൂളിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവൾ ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തോ മാറിയിരുന്നു. അതുകൊണ്ട് അവൾക്കിപ്പോൾ ഒരു കൊറിയൻ ഹിസ്റ്ററി ക്ലാസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ വേണമെന്ന് ചോദിക്കുമ്പോൾ സോഫി നേരെ റൂമിലേക്ക് തിരിച്ചു വരും. എന്നിട്ടാണ് അവളുടെ മുത്തശ്ശിയെ വിളിച്ചിട്ട്, അല്ല, ഞാൻ വളർന്നപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് കൊറിയൻ ഭാഷയൊന്നും പഠിപ്പിച്ചു തരാതെ, അതേപോലെ തന്നെ കൊറിയൻ ഹിസ്റ്ററി ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞു തരാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മ പറയും, മുത്തശ്ശി അതെല്ലാം പഠിപ്പിച്ചു തരാതിരിക്കാൻ കാരണം ഇവിടെ വന്നിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും വേണ്ട, അതുകൊണ്ടാണ് നമുക്ക് കൊറിയൻ പേര് പോലും തരാത്തത് എന്നെല്ലാം അവളുടെ അമ്മ പറയുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ മുത്തശ്ശി ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നത് പോലെ, അത് ശബ്ദം ഉണ്ടാക്കി സംസാരിക്കുന്ന പോലെ ശബ്ദം സോഫി കേൾക്കുന്നുണ്ട്. അങ്ങനെ കോള് കട്ടാവുന്നതും ഇപ്പോൾ സോഫി റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ റൂമിന് വെളിയിൽ ഡോറിൽ ആരോ തട്ടുന്നത് പോലെ അതേപോലെ തന്നെ അവളുടെ റൂമിന് മുകളിൽ നിന്നും തുള്ളി തുള്ളിയായിട്ട് വെള്ളം താഴേക്ക് വീഴുന്നു. അപ്പോൾ ഈ ഒരു ഡോറിൽ തട്ടുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി അവൾ ഡോറിനടുത്തേക്ക് വന്നിട്ട് അത് ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ സോഫി വിചാരിക്കും പുതുതായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് ആരെങ്കിലും തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അവൾ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആ ഡോറ് പതിയെ തുറക്കുന്നു. സോഫി പേടിച്ചങ്ങനെ തിരിയുന്നതും വെളിയിൽ നിൽക്കുന്നത് ആരി ഹാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പെണ്ണാണ്. അപ്പോൾ ഇവള് നമ്മുടെ സോഫിയുടെ ക്ലാസ്മേറ്റ് കൂടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സോഫി നേരെ പോകുന്നത് ആ ഒരു കൊറിയൻ ഹിസ്റ്ററി ക്ലാസ് ഉണ്ടല്ലോ അവിടേക്കാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കുറച്ച് കൊറിയൻ സ്റ്റുഡൻസ് ഉണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ അവൻ്റെ പേര് ബ്രയാൻ കോ, കൂടാതെ ക്വാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, പിന്നെ ഫിയോന, പയാക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ. അങ്ങനെ എല്ലാവരും ക്ലാസ്സിനകത്തേക്ക് കയറിയിരിക്കുമ്പോൾ ആ ഒരു കൊറിയൻ പ്രൊഫസർ അകത്തേക്ക് കയറി വരുന്നു. അതുമല്ല ക്ലാസ്സിലെ കൊറിയൻ പേരല്ലാത്ത ഒരേ ഒരു കൊറിയക്കാരി അവൾ മാത്രമാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവർ നാലുപേര് സുഹൃത്തുക്കളായിട്ട്, ഇപ്പോൾ ഇവർ നാലുപേരും കൊറിയക്കാരാണല്ലോ, അതുകൊണ്ട് തന്നെ നാലുപേരും ഒരു ബാറിലേക്ക് പോയിരുന്ന് ബിയറൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ സോഫി അവളെപ്പറ്റി പറയുന്നുണ്ട്, സോറി ഗൈസ്, എനിക്ക് കൊറിയയെ പറ്റി ഒന്നും അറിയത്തില്ല, പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് കൊറിയ ഭാഷ പോലും സംസാരിക്കാൻ അറിയത്തില്ല, എൻ്റെ കൊറിയൻ പേര് ഇതാണെന്ന് പറഞ്ഞിട്ട് അവൾ ഫോണിൽ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പയാക്കിനോട് ഇത് വായിക്കാൻ പറയുമ്പോൾ അവനത് വായിക്കുന്നതും പെട്ടെന്ന് എന്തോ ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ അവിടെയുള്ള വെളിച്ചമെല്ലാം അണഞ്ഞു പോകുന്നു. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അത് വലിയ കാര്യമൊക്കെ അത് ഇവർ നാലുപേരും വീണ്ടും ഇരുന്ന് സംസാരിച്ചിട്ട് ഇപ്പം അത് കഴിഞ്ഞുള്ള ഒരാഴ്ച കഴിഞ്ഞ് സോഫി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇപ്പോൾ അവളുടെ മുത്തശ്ശി അവളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് അവളുടെ മുത്തശ്ശി, അമ്മ, അച്ഛൻ ഇവരെല്ലാവരും ഉള്ളത്. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ മുത്തശ്ശി പുതിയ ക്യാമ്പസും അവിടുത്തെ പുതിയ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, ഈ ഒരാഴ്ച എങ്ങനെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു നോർമൽ ഹിസ്റ്ററി ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, പിന്നെ കുഴപ്പമില്ല, കുറച്ച് കൊറിയൻ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, അത് മാത്രമാണ് കുറച്ച് നല്ല കാര്യം. ഓക്കെ, അവരോടൊപ്പം സംസാരിച്ചതിന് ശേഷമാണ് കൊറിയൻ കൾച്ചറിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് തിരി താല്പര്യം ഉണ്ടായത്. അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ അവരോട് പറഞ്ഞു. ആ പേരിന് വേറെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നു. അല്ലാതെ എന്താ മുത്തശ്ശി എന്ന് ഈ മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി അങ്ങനെ ആദ്യം സൈലന്റ് ആയിട്ടിരിക്കും. അതുമല്ല മുത്തശ്ശിയുടെ മുഖത്ത് നല്ല ദേഷ്യം വന്നിട്ട് അവളോട് ദേഷ്യപ്പെട്ട്, നിന്നോട് ആരാ പറഞ്ഞ് ഈ പേരിൽ അവർ പറയാനായിട്ട്, അതെല്ലാം നമ്മൾ സീക്രട്ട് ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളല്ലേ. എന്നിട്ട് മുത്തശ്ശി അവിടുന്ന് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നതും സോഫിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സോഫി അവളുടെ അച്ഛനെ അമ്മയെ നോക്കുമ്പോൾ അവളുടെ അച്ഛൻ പെട്ടെന്ന് സോഫിയോട് പറയും, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ജനിക്കുമ്പോൾ ഒരു കൊറിയൻ പേര് തന്നിരുന്നു, പക്ഷേ ആരും അത് യൂസ് ചെയ്തില്ല, അത് ഇതുവരെയും ആരും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന് പുറകിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അതിപ്പോൾ എന്തായാലും ആ തീരുമാനം എടുത്തത് നിന്റെ മുത്തശ്ശി തന്നെയാണ്. അപ്പോഴാണ് സോഫിയുടെ അമ്മ പറയുന്നത്, നിന്റെ മുത്തശ്ശി അങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം വേറെ ഒന്നുമല്ല, മുത്തശ്ശി യങ് ആയിട്ടിരിക്കുമ്പോൾ കൊറിയയിൽ യുദ്ധം ഉണ്ടായിരുന്നു,
അതിനിടയിൽ മുത്തശ്ശിക്ക് മറക്കാനാവാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊറിയയെ പറ്റി കൂടുതലായിട്ടും അമ്മ ഞങ്ങളോട് ആരോടും പറയാത്തത്. അതുകൊണ്ട് നിന്റെ മുത്തശ്ശിയുടെ ആ ഒരു ഫീലിങ്സ് നീയും മനസ്സിലാക്കണം എന്ന് ഹീറോയിന്റെ അമ്മ പറയുന്നുണ്ട്. അതുകൊണ്ട് മോള് പോയിട്ട് മുത്തശ്ശിയോട് സോറി പറയാൻ പറയുമ്പോൾ സോഫി ഓക്കെ പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് ചെന്ന് അവളുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഇരുന്നിട്ട് ഇപ്പോൾ മുത്തശ്ശിയോട് സോറി പറയും. അപ്പോഴേക്കാണ് മുത്തശ്ശി അവളെ സമാധാനിപ്പിച്ചിട്ട് ഇപ്പൊ ഇവര് കൊറിയൻ പേര് ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് പറയുന്നത്. ഈ മുത്തശ്ശി കൊറിയയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുമ്പോൾ ഹീറോയിന്റെ അമ്മ വെറും കുട്ടിയായിരുന്നു. അതുപോലെ ആ കാലഘട്ടത്തില് അവിടെ നിന്ന് കൊറിയയിൽ നിന്നും എന്തോ ഒരു ശാപം ഇവരുടെ പിറകെ കൂടിയെന്നും അത് തലമുറകളായിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും മുത്തശ്ശി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും ഇവരെ കൊറിയൻ പേര് യൂസ് ചെയ്യാത്തത്. അതുകൊണ്ട് ആ ഒരു ശാപത്തിൽ നിന്നും ഈ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. മോളിത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിന് ഈ കഥ വിശ്വസിക്കാണ്ട് കുറച്ച് പാടുണ്ട്. ഇതുപോലൊരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇത് വിശ്വസിക്കാൻ പാടാണല്ലോ. അപ്പോൾ ഹീറോയിൻ പറയും, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? മുത്തശ്ശി ഇതെല്ലാം കെട്ടുകഥകളല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ഇതൊന്നും കെട്ടുകഥകളല്ല. അതുകൊണ്ട് സോഫി നീ എനിക്ക് സത്യം ചെയ്തു തരണം, നീ ഒരിക്കലും നിന്റെ കൊറിയൻ പേര് യൂസ് ചെയ്തില്ലാന്ന്. അപ്പൊ അവള് പെട്ടെന്ന് ഇല്ല അതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഈ മുത്തശ്ശി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒരു ഒറ്റയടി ആടി കൊള്ളുന്നത് സോഫിക്ക് സഹിക്കാൻ കഴിയത്തില്ല. ആ റൂമിൽ നിന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവളുടെ അച്ഛനോട് പറയും, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്നും പറഞ്ഞ് അവൾ അവളുടെ ബാഗെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ആ രാത്രി തന്നെ വീട്ടിൽ നിന്നും അവൾ കോളേജിലേക്ക് വരുന്നു. അങ്ങനെ ദേഷ്യത്തിൽ സോഫി തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ദേഷ്യം അടക്കാൻ വേണ്ടി കുറച്ച് മദ്യപിക്കാൻ വേണ്ടി ഒരു ബാറിലേക്ക് വണ്ടി നിർത്തി. സോഫി ഇപ്പൊ അതിനകത്തേക്ക് കയറി മദ്യപിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് അപ്പുറത്തെ ടേബിളിലായിട്ട് ഒരു കൊറിയൻ ചെറുപ്പക്കാരനിരിക്കുന്നു. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് കാണുമ്പോൾ സോഫി അവനടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് അവന്റെ പേര് ജൂൺ. അങ്ങനെ കുറച്ചു നേരം ഇവര് രണ്ടുപേരും സംസാരിച്ചിട്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വന്ന് സോഫിക്ക് കുറച്ച് സേഫായിട്ട് തോന്നിയതുകൊണ്ടാണ് അവനോട് സംസാരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സോഫി പറയും അവൾക്ക് ഇതുപോലെ കൊറിയൻ അറിയത്തില്ല, ഇംഗ്ലീഷ് അവൾ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട്, കൂടാതെ ജൂണും സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കാണ് ജൂൺ പറയുന്നത്, ശരി നിനക്ക് കൊറിയൻ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ രണ്ടുപേരും കുറച്ചുകൂടി അടുത്തിട്ട് നമ്മുടെ സോഫിക്ക് എന്തോ ജൂണിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് അവന്റെ ഫോൺ നമ്പർ അവളുടെ ഫോണിലേക്ക് വാങ്ങിയിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ അത് കഴിഞ്ഞുള്ള ദിവസം സോഫിയും ജൂണും പരസ്പരം കാണാറുണ്ട്. അതുമല്ല ഇവരുടെ അടുപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ പോയിട്ട് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങാണ്. ആ ഒരു റിലേഷൻ കുറച്ചുകൂടി പോയിട്ട് രണ്ടുപേരും നല്ല കപ്പിൾസുമായിട്ട് മാറുന്നു. അപ്പോഴേക്കാണ് ജൂണിനോട് സോഫി പറയുന്നത്, നീ എന്നോട് വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് കൊറിയൻ പഠിപ്പിച്ചു തരാന്ന്, അതെനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറയുമ്പോഴത്തേക്കും ജൂൺ ചോദിക്കും, ഓക്കെ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിന്റെ കൊറിയൻ പേരെന്താണെന്ന് എന്നോട് പറയണമെന്ന് പറയുമ്പോൾ അവൾ പറയും, അതെ എനിക്കൊരു കൊറിയൻ പേരുണ്ട്, പക്ഷെ അത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവര് രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ സോഫി ജൂണിനെ തന്റെ ഫാമിലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ അവരും നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജൂണിനെ അകത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാവരും നല്ലതുപോലെ പരിചയപ്പെട്ട് ഇപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ആ മുത്തശ്ശി അവിടേക്ക് കൊണ്ടിരുത്തുമ്പോൾ ഈ മുത്തശ്ശി മാത്രം ജൂണിനെ ഒരു വല്ലാത്ത രീതിയിൽ തുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ജൂണും അത് കണ്ടിട്ട് ഓക്കെ എന്തായാലും വയസ്സായിട്ടുള്ള സ്ത്രീയല്ലേ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അവൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആ മുത്തശ്ശിക്ക് കൊടുക്കും. ഇപ്പൊ ആ ഒരു ബോക്സ് മുത്തശ്ശി തുറന്നു നോക്കുന്നതും അതിനകത്ത് കുറെ മുത്തുകളിരിക്കുന്നു. ഇത് കാണുന്ന മുത്തശ്ശി പെട്ടെന്ന് കൊറിയയിൽ സംസാരിക്കാൻ തുടങ്ങും, നീ എന്തിനാ എന്റെ ഫാമിലിയെ നശിപ്പിക്കാൻ നോക്കുന്നേ, എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോണം, അതൊരു പിശാചാണ് എന്നെല്ലാം എന്തൊക്കെയോ പറയുമ്പോൾ ഇത് കണ്ട സോഫിക്ക് ഒട്ടും സഹിക്കാൻ കഴിയാതെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവൾ വിഷമിക്കുമ്പോൾ ജൂൺ വന്ന് അവളെ സമാധാനപ്പെടുത്തും. ഹേയ് സോഫി, എനിക്കറിയാം നിന്റെ മുത്തശ്ശിക്കുള്ള ബുദ്ധിമുട്ട്, പഴയ ആൾക്കാരല്ലേ, അവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെല്ലാം സംഭവിച്ചത്, അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലാവുമെന്നും പറഞ്ഞ് അവൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും സോഫി പറയുന്നുണ്ട്, അതെ എന്റെ ഫാമിലി വിശ്വസിക്കുന്നത് നമ്മുടെ കൊറിയൻ പേര് പറഞ്ഞു കഴിഞ്ഞാലേ എന്തോ ഒരു ശാപം നമ്മളെ നശിപ്പിക്കുമെന്നാണ്, അതുകൊണ്ടാണ് എൻ്റെ കൊറിയൻ പേര് പോലും നിന്നോട് ഞാൻ പറയാത്തതെന്ന് പറയുമ്പോൾ അവൻ പറയും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും ഓക്കെ ആ ഒരു പേര് ഒന്നുകൂടി പറയാൻ പറയുമ്പോൾ അവൾ ആ ഒരു കൊറിയൻ പേര് പാർക്ക് ജുവാൻ എന്നുള്ള ആ ഒരു പേര് ഒന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സോഫി ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജൂണിനെ പറ്റി തന്നെ സോഫി ആലോചിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് അവനായിട്ട് കോണ്ടാക്ട് ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവരെല്ലാവരും വല്ലാത്തതുപോലെ പെരുമാറുന്നു. എന്താണെന്ന് അവൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എല്ലാവരും ജൂൺ ജൂൺ എന്ന് അവന്റെ പേര് മാത്രം റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുന്നതും എല്ലാവരും അതുപോലെ അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് സോഫി പേടിച്ച് എഴുന്നേൽക്കാണ്. എന്താണെന്ന് വെച്ചാൽ അത് സ്വപ്നമായിരുന്നു. അങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് സോഫി തന്റെ ഫോൺ എടുത്ത് അതിൽ ജൂൺ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ വിളിച്ചിട്ടില്ല. പക്ഷേ അവളാണെങ്കിലോ അവന് കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്, അതിന് ഇതുവരെ റിപ്ലൈയും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു തവണ കൂടി അവനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് തീരുമാനിച്ച് അവൾ ഫോൺ അവിടെ വെച്ച് പെട്ടെന്ന് കട്ടിലിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൊട്ടിയ കണ്ണാടി ചില്ലിലേക്ക് അവൾ ചവിട്ടി കൊടുക്കും. കാല് മുറിഞ്ഞിട്ടുണ്ട്. ആ ഒരു കണ്ണാടി ചില്ല് വലിച്ചൂരി ആ കാലും കെട്ടി വെച്ചിട്ട് ഇപ്പം അതൊന്നും വലിയ കാര്യമാക്കാതെ സോഫി അവിടെ നിന്ന് പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെയാണെങ്കിലോ അവളുടെ സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട്.
അങ്ങനെ അവരോടൊപ്പം കുറെ നേരം ഇരുന്നിട്ട് നല്ലതുപോലെ മദ്യപിച്ച് ഇവർ നല്ല ഹാപ്പി ആയിട്ട് അവസാനം ക്വാൻ എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ, അവനായിട്ട് സോഫി കുറച്ച് സെൽഫീസ് എടുക്കും. അതുപോലെ അല്ലാതെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്നിട്ട് അടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് അതിൽ ക്വാനിന്റെ മുഖം മാത്രം എന്തോ ബ്ലർ ആയതുപോലെ വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ കുറെ നേരം നോക്കിയിട്ട് ഇനിയിപ്പോൾ അധികമായിട്ട് കുടിച്ചത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഈ ഫ്രണ്ട്സ് എല്ലാം ഡാൻസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും അവള് അവിടുത്തെ ടിവിയുടെ റിമോട്ട് എടുത്ത് TV പ്ലേ ചെയ്യും. അപ്പോഴേക്കാണ് ടിവിയിലെ ഏതോ ഒരു സ്ഥലം അവിടെ നമ്മുടെ സോഫി ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടന്നു പോകുന്നു. പെട്ടെന്ന് അവിടെ തൊപ്പിയെല്ലാം ഇട്ടിട്ട് വെള്ളം ധരിച്ച ഒരുത്തൻ അവന്റെ മുഖത്തിന്റെ വായ് ഭാഗമൊന്നും കാണുന്നില്ല, എല്ലാം പൊട്ടിയതുപോലെ. ഇത് കണ്ട ടിവിയിലെ സോഫി പേടിച്ചു നിൽക്കുന്നതും പെട്ടെന്ന് ആ ടിവിക്കുള്ളിൽ നിന്ന് 2 കൈകൾ സോഫിയെ പിടിക്കാൻ വരുമ്പോൾ ഇത് കണ്ട് പേടിച്ച സോഫി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോഴത്തേക്കും അവൾ പോകുന്ന വഴികളിലെല്ലാം പലയിടങ്ങളിലായിട്ട് ആ ഒരു രൂപം അവളെ തന്നെ തുറിച്ചു നോക്കുന്നത് പോലെ. അങ്ങനെ കണ്ട് പേടിച്ചിട്ട് അവൾ ഒരു വിധത്തിൽ ഈ ഒരു ബാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ വെളിയിൽ വന്നിരിക്കുമ്പോഴത്തേക്കാണ് അവളുടെ അച്ഛനും അമ്മയും അവളെ വിളിച്ചിട്ട് അവർ രണ്ടുപേരും സാൻ ഫ്രാൻസിസ്കോയിൽ പോയേക്കാണ്. അതുകൊണ്ട് മുത്തശ്ശിയെ നോക്കാനായിട്ട് ആരുമില്ല, ഞങ്ങൾ വരാനായിട്ട് ലേറ്റ് ആവും, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയിട്ട് മുത്തശ്ശിയെ നോക്കണമെന്ന് പറയും. അങ്ങനെ സോഫി എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് അവൾ താമസിക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ അവിടേക്ക് ചെല്ലും. എന്നിട്ട് ഡോർ തുറക്കാൻ നിൽക്കുമ്പോഴത്തേക്കാണ് മുത്തശ്ശി ദേ അവിടെ വന്ന് പെട്ടെന്ന് സോഫിയുടെ തോളിലേക്ക് പിടിച്ചിട്ട് ഹേയ് നമ്മൾ എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം എന്നെല്ലാം പറഞ്ഞ്. ഇപ്പോൾ സോഫിക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്. അത് കഴിഞ്ഞ് സോഫി തന്റെ കാറിൽ മുത്തശ്ശിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ആ വീടിനകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് വീടിനകം മുഴുവനായിട്ടും അലങ്കോലായിട്ട് കിടക്കുന്നു. എന്തൊക്കെയോ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചതുപോലെ. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നിട്ട് അവസാനം മുത്തശ്ശി കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്ത് സോഫിയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും ഇതെല്ലാം ശ്രദ്ധിച്ച് നോക്കണമെന്ന്. അങ്ങനെ സോഫി ഓരോ ഫോട്ടോ ആയിട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ ഒരു റൂമിനകത്ത് ഒരു സ്ത്രീ തൂങ്ങി മരിക്കുന്നതായിട്ട് കണ്ടിരുന്നല്ലോ, അവരുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് പോലെ അതാണ് കാണുന്നത്. ഇപ്പോഴാണ് ആ മുത്തശ്ശി പറയുന്നത് ഇത് വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മയാണ്, അതും എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നതും അന്ന് സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് കാണിക്കുന്നു. ഇതുപോലെ ആ മുത്തശ്ശിയുടെ അമ്മ മുത്തശ്ശിയെ ആ കബോർഡിനുള്ളിലേക്ക് വെച്ച് അടയ്ക്കുന്നു. അപ്പോഴാണ് അയാൾ അകത്തേക്ക് കയറി വന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അവിടെ മരിച്ചത്. അതിനുശേഷമാണ് ഈ ശാപം നമ്മളെ പിന്തുടർന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മുടെ കൊറിയൻ പേരുകൾ ഞാൻ ഒരിക്കലും ആരോടും യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. നീ എന്നാണോ നിന്റെ കൊറിയൻ പേര് ആദ്യമായിട്ട് നിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് അന്ന് മുതലാണ് ജൂൺ എന്ന് പറഞ്ഞ അവൻ നിന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. നീ ഓരോ തവണയും നിന്റെ കൊറിയൻ പേര് യൂസ് ചെയ്യുമ്പോൾ ആ ശാപം അത് നമ്മുടെ ഫാമിലിയെ ബാധിച്ചുകൊണ്ടേയിരുന്നു. സത്യത്തിൽ നീ കാണുന്ന ജൂണിലെ അവൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യനല്ല. പണ്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു ശാപം അതിലൂടെ നിന്റെ പേര് ഓരോ തവണ നീ പറയുമ്പോഴും ആ ശാപം ഒരു ശക്തിയായിട്ട് മാറി അത് നമ്മളെ പിന്തുടരുന്നതാണ്. അപ്പോഴാണ് ജൂൺ എന്ന് പറഞ്ഞ അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കിപ്പോൾ കാണിച്ചിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ജൂണും ജൂണിന്റെ ഭാര്യയും നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. പക്ഷെ അവന്റെ ഭാര്യ അവനെ ചതിച്ചു. ഇത് സഹിക്കാൻ കഴിയാതെ ജൂൺ ആത്മഹത്യ ചെയ്തു. പക്ഷെ അവന്റെ ആത്മാവിന് ഒരിക്കലും മോശം കിട്ടിയില്ല. ആ ഒരു ആത്മാവ് പിന്നീട് പ്രതികാരദാഹിയായിട്ട് അവന്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് അതില്ലാതാക്കാൻ തുടങ്ങി. ആ ഒരു ബ്ലഡ് ലൈനെ തന്നെ ഇല്ലാതാക്കാൻ തുടങ്ങി. പക്ഷെ ആ ആത്മാവ് പെട്ടെന്ന് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കൊല്ലത്തില്ല. പതിയെ പതിയെ അവരുടെ മനസ്സിനുള്ളിൽ കയറി അവരെ മെന്റലി വീക്കാക്കി അവരെ കൊണ്ട് തന്നെ അവരെ കൊല്ലിക്കുക, ആത്മഹത്യ ചെയ്യിക്കുക. അതാണ് ആ ഒരു ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നീ പല കാര്യങ്ങൾ കാണുന്നതും പല കാര്യങ്ങൾ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ എന്നെയും എന്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്ന നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മ സ്വയം ആ ഒരു ആത്മാവിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. അതോടെ ആ ഒരു ആത്മാവ് എല്ലാവരെയും വെറുതെ വിടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും അത് അവസാനിച്ചില്ല. അതെന്നെയും പിന്തുടരാൻ തുടങ്ങി. അതുകൊണ്ടാണ് വേറെ വഴിയില്ലാതെ കൊറിയയിൽ നിന്നും ഞാൻ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാവിന് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊറിയൻ നെയിം നമ്മൾ പറയണം. അത് പറയുന്നിടത്തോളം കാലം ആ ആത്മാവിന് നമ്മളിലേക്ക് എത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങളോട് ആരോടും നിങ്ങളുടെ യഥാർത്ഥ കൊറിയൻ നെയിം പറയരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും സാക്രിഫൈസ് ഓരോരുത്തരായിട്ട് സഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറിയൻ പേര് പറഞ്ഞിട്ട് ഒരിക്കലും അതില്ലാണ്ടാക്കരുത് എന്നെല്ലാം ആ മുത്തശ്ശി നമ്മുടെ സോഫിയോട് പറയും. അവിടെ വെച്ചിട്ടാണ് സോഫിക്ക് മനസ്സിലാവുന്നത് ആദ്യം പയാക്കിനോട് ആ ഒരു പേര് പറയുമ്പോഴത്തേക്കാണ് ആ ആത്മാവ് ആദ്യമായിട്ട് ഇവരെ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞ് ജോണിന്റെ രൂപത്തിലെ സോഫിയുടെ മുന്നിൽ ആ ഒരു ആത്മാവ് വന്നു. ആദ്യത്തെ തവണ പേര് ചോദിക്കുമ്പോൾ അവൾ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ തവണ അവളെ കൊണ്ട് തന്നെ വെളിയിൽ വെച്ചിട്ട് ആ ഒരു പേര് അവൻ പറയുകയും ചെയ്തു. നീ എപ്പോഴെങ്കിലും നിന്റെ പേര് അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും അതെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് അവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ വന്നത്. ഓക്കെ, നമ്മുടെ കുടുംബം എൻ്റെ അമ്മ ചെയ്ത ആ ഒരു ത്യാഗം അതൊരിക്കലും വെറുതെ ആവരുത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും ശരി എങ്ങനെ നമുക്ക് ആ ഒരു ആത്മാവിനെ തടയാന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും ജൂൺ എന്ന് പറയുന്നത് ഒരിക്കലും അവൻ്റെ യഥാർത്ഥ പേരല്ല. അവൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവനെ നമുക്ക് തടയാൻ കഴിയും
എന്ന് പറയുന്നതും ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ മുത്തശ്ശിക്ക് ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് സോഫി വീടിനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് ആ ഒരു ആത്മാവ് ഇപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട്. കാരണം അതിനകത്തുള്ള വെളിച്ചമെല്ലാണായിരുന്നു. ഇങ്ങനെ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഫി പെട്ടെന്നൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് മീൻ വെട്ടുന്ന ഒരാളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അയാൾ സ്വന്തം കൈ ആ കത്തി വെച്ച് വെട്ടിമുറിച്ച് സോഫിയുടെ അടുത്തേക്ക് നീട്ടി കൊടുക്കുന്നു. ഇത് കണ്ട സോഫി പേടിച്ച് ഒരു ഒറ്റവട്ടം എന്താന്ന് വെച്ചാൽ ആ ഒരു ആത്മാവ് അവളെ വെച്ച് കളിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ അവസാനം അവളെ വെച്ച് തന്നെ അവളെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ ഇത് കണ്ട സോഫി പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെയും ഇതുപോലെ വെള്ള വസ്ത്രവും തൊപ്പിയെല്ലാം ധരിച്ചെടുത്ത് നിൽക്കുമ്പോൾ സോഫി കാറിൽ നിന്ന് ഒരു ബാറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അവന് 2-3 അടി. സത്യത്തിൽ അവനൊരിക്കലും ആത്മാവല്ലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ആ ഒരു മുത്തശ്ശിയെ വന്ന് വിളിക്കുന്നതും മുത്തശ്ശി ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇത് കണ്ട സോഫി മുത്തശ്ശീനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ഡോക്ടർ മുത്തശ്ശിയെ പരിശോധിച്ച് അവസാനം സോഫിയോട് പറയും, നിങ്ങളുടെ മുത്തശ്ശി കോമയിലേക്ക് പോയേക്കാണ്, അതുകൊണ്ട് നിന്റെ മാതാപിതാക്കളെ ഉടനെ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തണം. അപ്പോൾ സോഫി പറയും, സോറി, അതത്ര എളുപ്പമല്ല, എന്തായാലും അവർ ഉടനെ തന്നെ ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് അവിടേക്ക് ജൂൺ വരുന്നത്. അങ്ങനെ അവൻ സോഫിയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ സോഫി അവനോട് പറയും, സോറി, നിനക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിനും നീ എൻ്റെ കുടുംബത്തിനോട് റിവഞ്ച് എടുക്കുന്നുണ്ട്, അതുടനെ തന്നെ നിർത്തലാക്കണം, അതുകൊണ്ട് ഇവരെ വെറുതെ വിടണമെന്ന് പറയുമ്പോഴത്തേക്കും ജൂൺ പറയും, ഓക്കെ, എനിക്ക് വേണ്ടത് നിന്റെ മുത്തശ്ശീനല്ല, നിന്നെയാണ്, നീയാണ് എനിക്ക് പറ്റിയൊരാള്, അതുകൊണ്ട് നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ശരി, എനിക്ക് കുറച്ച് സമയം എന്താ, എൻ്റെ മുത്തശ്ശിയെ കാണാൻ വേണ്ടി അമ്മയച്ഛനും വരുന്നുണ്ട്, അവർ വന്ന് മുത്തശ്ശിയെ അവരെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ സ്വയം എൻ്റെ ജീവൻ നിനക്ക് തരാം, നീ പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാം, ഇത് ഡീലാണെന്ന് പറഞ്ഞ് ഈ രണ്ടുപേരും കൈ കൊടുക്കുന്നു. അതുപോലെ 48 മണിക്കൂറാണ് അവനോട് സമയം പറയുന്നത്. എന്നിട്ട് സോഫി അവളുടെ അമ്മയെ വിളിക്കുമ്പോൾ കോള് പോകുന്നില്ല. ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവളൊരു വോയിസ് മെസ്സേജ് അയക്കും, ഇതുപോലെ മുത്തശ്ശി ഹോസ്പിറ്റലിൽ കിടക്കാണ്, ആ ഹോസ്പിറ്റലിൻ്റെ പേര്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് സോഫി നേരെ വീട്ടിലേക്ക് പോകും. എന്താണെന്ന് വെച്ചാൽ അവളുടെ ഫാമിലിയുടെ ആ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിൽ അവൾക്ക് സഹായകരമാകുന്ന എന്തെങ്കിലും കാര്യം കിട്ടുമില്ലെന്ന് അറിയാൻ വേണ്ടി അവൾ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് കൊറിയൻ ഭാഷ വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അതിന് സഹായത്തിന് വേണ്ടി അവളുടെ പ്രൊഫസർ ഉണ്ടല്ലോ കൊറിയൻ, ആ ഒരു പ്രൊഫസറിന്റെ മുന്നിലേക്ക് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണം, അധിക സമയമില്ല, എൻ്റെ മുത്തശ്ശിയാണെങ്കിലോ അവരുടെ അവസാന നിമിഷങ്ങളിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയണം, ഈ ഹിസ്റ്ററി മുഴുവനായിട്ട് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ ഈ പ്രൊഫസർ ഒരു ബുക്കും ഡയറിയും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാണ്. അപ്പോഴേക്കാണ് ഒക്ടോബർ 13, 1902 ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു കുടുംബാംഗം വെള്ളത്തിൽ ഷോക്കേറ്റ് മരണപ്പെട്ടു എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ പേര് ഈ കുടുംബത്തിൽ നിന്ന് വെട്ടിമാറ്റിയതായിട്ടും അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, അല്ല, അത് ആരാണെന്ന് വല്ലതും മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ, ഇല്ല, അങ്ങനെ ഒരു പേര് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, പ്രൊഫസർ, എനിക്ക് ആ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും കൊറിയൻ ഹിസ്റ്ററി ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അറ്റകുറ്റപ്പണികൾക്കായിട്ട് ആ ഒരു ബിൽഡിങ് അടച്ചിട്ടേക്കാണ്, അതുപോലെ ഇന്ന് രാത്രി പറഞ്ഞാലും എനിക്കത് കണ്ടുപിടിച്ച് തരാനായിട്ട് കഴിയും, അതുകൊണ്ട് രാവിലെ തന്നെ നീ തിരിച്ചു വാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പേര് കണ്ടുപിടിക്കാമെന്ന് ഈ പ്രൊഫസർ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ജൂണിൻ്റെ പേര് ആ ഒരു ഫാമിലിയിൽ നിന്ന് തന്നെ ഇല്ലാതായതെന്ന് ഹീറോയിന് മനസ്സിലായി. ഇപ്പോൾ ആ ഒരു പേര് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ജൂണിനെ ഇല്ലാതാക്കാം. ഇപ്പോൾ അതേസമയം ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ വെളിയിൽ കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു ലൈബ്രറി ഉണ്ടല്ലോ, അവിടേക്ക് ഹീറോയിൻ ഓടി കയറുകയാണ്. വെളിയിൽ നിൽക്കുന്ന ഹാരി ഹാൻ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവള് ഫോണിൽ എന്തൊക്കെയോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അകത്തേക്ക് പോകുന്നത് അവൾ കാണുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ അകത്തേക്ക് വന്ന് ആ കൊറിയൻ ഹിസ്റ്ററി അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഈ 19th സെഞ്ചുറി ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലുള്ള ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് അവൾ പരിശോധിച്ച് നോക്കുന്നു. പക്ഷെ അവൾക്ക് വ്യക്തമായിട്ട് ഈ ഒരു കൊറിയൻ വായിക്കാൻ അറിയത്തില്ല. അപ്പോഴേക്കാണ് ആരിഹാൻ അകത്തേക്ക് കയറി വന്നിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ചു പോകും. അപ്പോൾ പറയും, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഫയല്, അൺസോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഫയൽ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒരു പേര് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ അവസാനം ഇവരൊരു പേര് കണ്ടുപിടിക്കും, EG1. അപ്പോൾ ഇത് അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ കൊറിയൻ പേരാണ്. അപ്പോൾ ആ ഒരു പേര് വെച്ചിട്ട് അതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൂടെ ജൂണിൻ്റെ പേര് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് ഇവരത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ പവർ പെട്ടെന്ന് അങ്ങ് കട്ടായി പോകുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗോസ്റ്റ് ഇവിടെയും വന്നിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ഇവരുടെ മുന്നിലേക്ക് പതിയെ പതിയെ വരുമ്പോൾ ഹീറോയിൻ ആ ഫ്രണ്ടിനോട് പറയും, ശരി, ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ ആ ഒരു പേര് കണ്ടുപിടിക്കാൻ കഴിയുമോ, നീ ഒന്ന് നോക്കാൻ പറയുന്നതും അവൾ ആ ലിസ്റ്റിലുള്ള ഓരോ പേരുകളായിട്ട് വായിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഒരു ഗോസ്റ്റ് ഇവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവൾ എത്ര പേര് പറഞ്ഞിട്ടും അതൊന്നും ഈ ഗോസ്റ്റിന്റെ പേരല്ല. അങ്ങനെ രണ്ടുപേരും പേടിച്ചു പിടിച്ച് ഇവൾ ആ ലിസ്റ്റിലെ ഓരോ പേരായിട്ട് വായിച്ച് അവസാനം ചെയിൽ ഗാങ് ഗിൽ എന്ന് പറയുന്നൊരു പേര് വായിക്കുന്നതും ഇതായിരുന്നു ജൂണിന്റെ യഥാർത്ഥ പേര്. അതോടെ ഇവരുടെ അടുത്തേക്ക് വന്ന ആ ഒരു ഗോസ്റ്റും ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ഗോസ്റ്റ് ഇല്ലാണ്ടായി. അങ്ങനെ അതും വിശ്വസിച്ച് ഹീറോയിൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും. അവളുടെ അമ്മയച്ഛനും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു മുത്തശ്ശി എടുക്കുന്ന റൂമിനകത്തേക്ക് വന്നിട്ട്
അവൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ദേ വരുന്ന ആ ഒരു ഗോസ്റ്റ് അതിപ്പോഴും അവസാനിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗോസ്റ്റിന് വേണ്ടത് ഹീറോയിനാണ്. അതുകൊണ്ട് ഇവരുടെ ഫാമിലിയിലെ ഒരാൾ ജീവൻ എടുക്കാതെ ആ ഒരു ഗോസ്റ്റ് ഒരിക്കലും പോകത്തില്ല. അത് ഹീറോയിന് മനസ്സിലാവുന്നതും അടുത്തേക്ക് വരുമ്പോൾ അവൻ 2 ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുന്നു. ഒരു കയറും അതേപോലെ തന്നെ വിഷവും. ഇതിലേത് വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയുമ്പോൾ ഹീറോയിൻ അങ്ങനെ വന്നിട്ട് ആ വിഷം വാങ്ങും. എന്നിട്ട് അതെടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഗോസ്റ്റ് ചോദിക്കും, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേ ഗാംഗിൽ എന്നുള്ള അവൻ്റെ പേര് പറയുന്നതും അവൻ പെട്ടെന്ന് എന്തോ അവന് സംഭവിക്കുന്നത് പോലെ ആ ഒരു ഗോസ്റ്റ് വല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹീറോയിൻ ചിരിക്കും. അപ്പോഴാണ് ആ ഗോസ്റ്റ് ഹീറോയിനെ നോക്കി ചിരിച്ചിട്ട് പറയുന്നത്, ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതാണോ? ഒരിക്കലും അതില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നോടൊപ്പം വന്നേ മതിയാവൂ. അതുകൊണ്ട് നീ മരിക്കണമെന്നെല്ലാം അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഹീറോയിൻ അടുത്തുള്ളൊരു ബാറ്റ് എടുത്ത് അവൻ അടിക്കാനായിട്ട് വരുമ്പോൾ അവൻ പെട്ടെന്നൊരു കത്തി എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ദേ നീ ഇപ്പം തന്നെ മരിച്ച് എന്നോടൊപ്പം വാ, അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോയിൻ വേറെ വഴിയില്ലാതെ ആ ഒരു കത്തി വാങ്ങി കഴുത്തറുക്കാനായിട്ട് വരുന്നതും ആ മുത്തശ്ശി പതി എഴുന്നേൽക്കാണ്. എന്നിട്ട് ഹീറോയിൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഹീറോയിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കത്തി മുത്തശ്ശി വാങ്ങും. എന്നിട്ട് മുത്തശ്ശി സ്വയം അവരുടെ കഴുത്തറുക്കും. എന്നിട്ട് താഴെ വീഴുമ്പോൾ ആ മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്, നിന്നെ ഈ ഒരു ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ത്യാഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശാപം ഇനിയും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ ശാപം ഒരിക്കലും നിന്നിലൂടെ അവസാനിക്കരുത്. ഇതിവിടെ വെച്ച് ഇല്ലാതാവണം. നീ നിന്റേതായിട്ടുള്ള ജീവിതം ജീവിക്കണമെന്ന് പറയുന്നതും ആ മുത്തശ്ശി അവിടെ വെച്ച് മരിച്ചു പോവാണ്. അതോടെ ആ ഒരു ആത്മാവ് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയെങ്കിലും അവളുടെ പേര് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോസ്റ്റ് വീണ്ടും വരും. ഈ ശാപം വീണ്ടും കണ്ടിന്യൂ ആവും. അങ്ങനെ ഇവർ 3 പേരും, നമ്മുടെ സോഫി, അവളുടെ അമ്മ, അച്ഛൻ, ഇവർ 3 പേരും അവരുടെ ഐഡന്റിറ്റി മാറ്റിയിട്ട് ഇപ്പോൾ പുതിയൊരു ജീവിതം ജീവിക്കുകയാണ്. അങ്ങനെ സമാധാനമായിട്ട് അവൾ അവളുടെ ഫോൺ എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ആ ഫോണിലുള്ള ഒരു സെൽഫി ഫോട്ടോ ഉണ്ടല്ലോ, പയാങ്ക് എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് എടുത്ത ആ ഫോട്ടോയുടെ ബ്ലർ ഇതുവരെ മാറിയിട്ടില്ല. എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ജൂൺ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗോസ്റ്റുമായിട്ട് ഇവള് ഡേറ്റിങ്ങിന് പോയിരുന്നല്ലോ. ആ സമയത്ത് തന്നെ അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ആ കുഞ്ഞ് അവളുടെ വയറിൽ തന്നെ ഉണ്ട്. എന്താന്ന് വെച്ചാല് അവന്റെ തലമുറ ഇവിടെയും അവസാനിക്കുന്നില്ല, ഇവളിലൂടെ തുടരാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.